എന്നുള്ളത് ഇന്ത്യയിൽ അവിടെ നിൽക്കട്ടെ. ഇനി പറയാനുള്ളത് ആ അനുമോക്ക് ആ കപ്പൊന്ന് കൊടുത്ത് അയക്കണം. നാട്ടുകാരെല്ലാവരും കൂടി വോട്ട് ചെയ്തിട്ട് അതിന് ആ കപ്പ് കൊടുക്കുക. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം അറിയാം, അടുത്തൊരു ബിഗ് ബോസ് ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. ആ രീതിയിൽ അവിടുന്ന് അറിയിപ്പോരും. പ്രശ്നമാണോ എടാ ഇങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യും ഒരു കപ്പിന് വേണ്ടി? ഇന്നലെ ഷൈറ്റ് കയറിയിട്ട് പിആറിന്റെ കാര്യം പറഞ്ഞ് ഭയങ്കരമായിട്ട് എക്സ്പോസ് ആക്കുന്നുണ്ടായിരുന്നു. ആയല്ലോ. ഇന്നിപ്പോൾ വിനു പോസ്റ്റ് ഇട്ടതുണ്ടല്ലേ, 1.6 ലക്ഷം ശൈത്യൻ്റെ ഇത് വാങ്ങിയെന്നാ വിനു പറഞ്ഞു. അതുള്ളതാണ് എടാ ഉള്ളതാടാ. ഈ 13 കണക്കാണെങ്കിലും 1.6 കണക്കാണെങ്കിലും ഇന്നലെ ഷൈറ്റ് വന്ന് പിആറിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എക്സ്പോസ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? അല്ല ഞാൻ ഒരു കാര്യം പറയാം. ബിഗ് ബോസ് വീടിനകത്ത് കയറുന്നവർക്ക് 2 രീതിയിൽ കയറാം. ഒന്നില്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി കയറാം, അല്ലെങ്കിൽ പുറത്തുനിന്ന് പിആറിൻ്റെ കയ്യിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചിട്ട് അടുത്ത അവിടെ ഉള്ള ആൾക്കാരെ സേഫ് ആക്കാൻ വേണ്ടിയുള്ള കളി കളിക്കാൻ കയറാം. ഈ 2 രീതിയിലേ കയറാൻ പറ്റും. ശൈത്യം എന്തെങ്കിലും കയറി പറഞ്ഞാൽ ശൈത്യൻ്റെ പേഴ്സണൽ സാധനങ്ങൾ, ശൈത്യക്ക് പേഴ്സണലി കിട്ടിയ സാധനങ്ങൾ ശൈത്യം അവിടെ വെച്ച് ചോദിച്ചു അനുമോളോട്. അനുമോക്ക് അതിനൊരു ഉത്തരമല്ല കഴിഞ്ഞു. വേറെ എടാ ഞാൻ ഇന്നലത്തെ ഒരു എപ്പിസോഡ് വരെ വിചാരിച്ച ഒരു 90% 90% അങ്ങേർക്ക് ഉള്ള സാധനമായിരിക്കും. 10% മാത്രമായിരിക്കും അങ്ങേർക്കൊരു ഫേക്ക് എലമെൻ്റ് ഉണ്ടെങ്കിൽ അത് പുറത്ത് വന്നാൽ പറയുമായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇന്നലത്തെ എപ്പിസോഡിൽ അങ്ങേരുടെ കാട്ടിക്കൂട്ടിൽ കണ്ടപ്പോൾ ഒരു 50-50 തോന്നി. എടാ ഇത് 2 പേർക്കും ഡ്രാമ, 2 കള്ളന്മാരാണ്. അതിനകത്ത് കപ്പടിക്കാനുള്ള സ്ട്രാറ്റജി ഇല്ലാതെ പോയത് ഞാൻ മാത്രമാകും. ബാക്കി എല്ലാവരും കപ്പടി. ഞാനും രേണു സുധി ബൈ ദ വേ. എടാ അത് PR വർക്ക് അല്ല എന്നുള്ളത് അല്ല എന്ന് തെളിയിക്കാൻ പറ്റുന്ന ആൾക്ക് ഞാൻ വേണമെങ്കിൽ 10 ലക്ഷം കൊടുക്കാം. അല്ല എന്ന് തെളിയിച്ചാൽ മനസ്സിലായോ? ആണ് എന്നുള്ളത് എല്ലാവർക്കും പച്ച വെളിച്ചം പോലെ അറിയുന്ന കാര്യം. എടാ ഇവിടെ PR ഇല്ലാത്ത ആരാളെ? മുഖ്യമന്ത്രിക്കുണ്ട്, പ്രധാനമന്ത്രിക്കുണ്ട് ഇല്ലേ? അപ്പോൾ പിന്നെ ഒരു അനുമോക്കുണ്ടെങ്കിൽ എന്താ ഉണ്ടാവും? കാശുള്ളവൻ PR കൊടുക്കും. അതിനിപ്പോൾ എന്താ? എല്ലാവരും പറയുന്നത് അനുമോള് കാശില്ല, അനുമോള് തീരെ പാവപ്പെട്ടതാണ്, അനുമോളുടെ അരി മേടിക്കാൻ പോലും കാശില്ലെന്നൊക്കെയാണ്. അതേ അനുമോളെ വീട്ടിനകത്ത് ചാണകം മെഴുകി വീട്ടിൽ കിടന്നു എന്ന് പറഞ്ഞു. കുറച്ചപ്പുറത്ത് നിവിനോട് വീട്ടിൽ പറഞ്ഞു ഞാൻ നല്ല ഉള്ള വീട്ടിലാന്ന് പറഞ്ഞു. 2 ഒരു മനുഷ്യനാണ് ഇത് മാറ്റി മാറ്റി പറയുന്നത്. അതൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ട് പൊന്നാളിയാ. ഞാൻ പണ്ട് ബാംഗ്ലൂർ പോകുന്ന സമയത്ത് ഞാൻ കുറച്ച് നേരം ബാംഗ്ലൂരായിരുന്നു. ഞാൻ ബസ്സിൻ്റെ മറ്റേ ഫ്രണ്ടിലതില്ലേ ഗിയർ മാറ്റുന്ന സാധനം, അതിന് മുകളിലൊക്കെ കടന്നുറങ്ങി പോയിട്ടുണ്ട്. അന്ധകാലത്ത് അത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. നമ്മളത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മളെ ലിവിങ് സ്റ്റാൻഡേർഡ്സും നമ്മളെ ലൈഫിൽ നമുക്ക് കിട്ടുന്ന ഒരു എബോവ് ആവറേജ് ലിവിങ് ഉണ്ട് എന്നുള്ളത് അത് ആക്സെപ്റ്റ് ചെയ്യാനും പറ്റണം. അത് 4 ആളോട് പറയുമ്പോൾ നമ്മൾ എന്ത് പറയാൻ പറ്റണം? ഇപ്പോൾ ബ്രോ ഞാനിപ്പോൾ വന്നിട്ട് നിങ്ങളോട് പറയുകയാണ് അയ്യോ ഞാൻ പണ്ടത്തെ പോലെ ആകെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യം നമ്മളെ തന്നെ ചതിക്കുകയാണ്. മനസ്സിലായോ? നമ്മൾ ഫേക്ക് ചെയ്യണം സാധനം. അനുമോൾ ഇത്ര കാലം ഇൻഡസ്ട്രിയിൽ ഇരുന്ന് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നാണെന്നുണ്ടെങ്കിൽ അനുമോൾ പണിയെടുത്ത് പോയിക്കോട്ടെ. അല്ല പിന്നെ ഇതെന്തോ ഒന്നും ഉണ്ടാക്കാതെ ഫ്രീ ആയിട്ടാണ് ഇത്രയും കാലം പോയതില്ല പണിക്കും. ആകെ ചുമ്മാ അടിച്ചു വിടുന്ന സ്റ്റാർ മാജിക്കിൻ്റെ ഒരാളുടെ റെമ്യൂണറേഷൻ എത്ര ഉണ്ടാവും ഒരു ദിവസം? ഒരു ഉദ്ഘാടനത്തിന് പോയാൽ മിനിമം 50,000 രൂപ വാങ്ങാതിരിക്കും ഇല്ലല്ലോ. നാട് നടന്ന് എന്താണെങ്കിലും ചെയ്തിട്ടില്ല ഉദ്ഘാടനമൊക്കെ. അതിൽ നിന്ന് അവർ നല്ല രീതിയിൽ ഏൺ ചെയ്തിട്ടുണ്ട്. ആ ഏണിങ്സിൻ്റെ മുകളിൽ അവർ വീട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതാണ്, ഒരു 30-40 ലക്ഷം രൂപേൻ്റെ വീട് വെക്കുന്ന ഒരാളാണെങ്കിലും കുറച്ച് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ഒന്നിച്ച് പൈസ എടുത്ത് കൊടുക്കുമോ? ഇല്ല. വർക്കുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ EMI ഇട്ടിട്ട് ആ പൈസ ബാക്കി ബാങ്കിൽ നമ്മളൊക്കെ അങ്ങനെ ചെയ്യുക. ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടാൽ അതിന് ഇൻട്രസ്റ്റ് എടുക്കും. ഇപ്പോഴത്തെ EMI എടുത്തിട്ട് ഈ ഇൻട്രസ്റ്റും EMI കൂടി ഇക്വേറ്റ് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും. നമ്മൾ ഏണിങ്സ് ഒന്നും എടുത്ത് ആരും കൊടുക്കുന്നില്ല. അങ്ങനെ ലോൺ എടുത്തതായിരിക്കാം. അല്ലാതെ ഇത് മറ്റേ കാർഷിക ലോൺ എടുത്തിട്ട് ഗവൺമെൻറ്റിനെ പറ്റിച്ചു പോകുന്ന പരിപാടിയൊന്നും ഇല്ലല്ലോ ചെയ്തേ. ലോണൊക്കെ എല്ലാവർക്കും ഉണ്ടാവൂടെ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഈ PR ഉണ്ടെന്ന് തെളിഞ്ഞിട്ടും അത് സമ്മതിക്കാൻ പറ്റാത്ത അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അത് അനുമോൾക്ക് മാത്രമല്ല, അക്ബറിനുണ്ട്, ഈ പറഞ്ഞ ഇവനുണ്ട്, നമ്മളെ അനീഷിനുണ്ട്, ഷാനവാസിനുണ്ട്, അതെല്ലാവർക്കും ഉണ്ട്. PR ഉണ്ടായിട്ട് PR എന്ന് പറഞ്ഞ സാധനം സമ്മതിക്കാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്. അതെന്തിനാ അവർ മടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്താ PR അത്ര വലിയ മോശം പരിപാടിയാണ്? അങ്ങനെയാണെങ്കിൽ അവർ കൊടുക്കേണ്ട കാര്യമുണ്ടോ? അത് മോശം പണിയൊന്നുമല്ലല്ലോ. കാശ് വാരി കൊടുത്തിട്ടല്ലേ. മറ്റേ പുളിങ്കുരി ആട്ടുംകാട്ടൊന്നുമില്ലല്ലോ കൊടുത്തത്. പൈസ കൊടുത്തിട്ടൊന്നുമില്ല ഇതില്ല എന്ന് പറയുമ്പോൾ. അതിൻ്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാവണില്ല. അവർ സമ്മതിക്കാത്തത് ജനങ്ങളുടെ വോട്ട് കാരണമല്ല, ഈ PR-ന്റെ ബലത്തിലാണ് അവർ ജയിച്ചത്. എടാ PR-ന്റെ ബലത്തിൽ തന്നെയാണ് ഞാൻ പറയും. ഇത്രയും ആളുകൾ ജനങ്ങൾ ഈ അങ്ങനെ വരാണ്ടിരിക്കാനാണ് അവർ സമ്മതിക്കാത്തത്. വരാണ്ടിരുന്നിട്ട് എന്താ കാര്യം? ഇത് വരൂലോ പുറത്ത്. കഴിഞ്ഞ കൊല്ലം മറ്റവൻ്റെ കേസിൽ വന്നു, ജിൻഡോ തന്നെ ഇപ്പോൾ പറയുന്നുണ്ട് എന്ത് PR ഉണ്ടായിരുന്നു. അനുമോക്ക് പറഞ്ഞാൽ എന്താ? ഞാൻ ചോദിക്കുന്നത് മോശപ്പെട്ട കാര്യമാണോ? ഇതിപ്പോൾ ഒരു ഗവൺമെൻറ് പ്രൊജക്റ്റിൽ നിന്ന് മറ്റേ ഉടായ്പ കാണിക്കുന്ന പരിപാടി ഒന്നുമില്ലല്ലോ. ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് പദ്ധതി ഒന്നുമല്ലല്ലോ. ഒരു പ്രൈവറ്റ് ഫേം നടത്തുന്ന ഒരു പരിപാടി. അതിൻ്റെ ബൈലോയിൽ എവിടെയും PR കൊടുക്കാൻ പാടില്ല എന്നൊന്നും അവർ എഴുതി വെച്ചിട്ടില്ല. അവർക്ക് മാക്സിമം PR ഉള്ള കണ്ടസ്റ്റൻസിനെ അവർ എടുക്കും.
കാരണം അവർക്കത് ഹെൽപ്പ്, അവർ ചെയ്യുന്ന പണി പകുതി ചെയ്താൽ മതി. ഏഷ്യാനെറ്റിനും എൻ്റെ മോൾ ഷൈനുള്ള പണി 16-20 ലക്ഷത്തിനൊരു PR ഉണ്ടെങ്കിൽ അതിലൊരു 10% അവർ ചെയ്യില്ലേ? ഒരു കണ്ടസ്റ്റൻറ്റിനെ അവർ ബൂസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഷോനെ ബൂസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്തൊരു ഷോ ആണ് ഈ ഷോ ചെയ്യുന്ന ഹോസ്റ്റ് ലാലേട്ടൻ PR-ൽ. പിന്നെ എന്താ PR ഉണ്ടെന്ന് മടി, എന്തിനാ പറയാൻ മടി എന്താണെന്ന് എനിക്കറിയാത്തത്. ഇത് എന്തിനും മടിക്കണമെന്നുള്ള അറിയില്ല. എന്താടാ ബിഗ് ബോസ് പോയാ എടാ ഒരു ദിവസം എന്നെ കൂട്ടിക്കോ ഒരു 15,000 രൂപ വെച്ചിട്ട് മിനിമം 15. ഒരു ഇൻഫ്ലുവൻസറിന് കിട്ടും എന്ത് 10-15. അപ്പോൾ ഒരു സീരിയൽ ആർട്ടിസ്റ്റ്, ഒരു ഡ്രാമ ക്യൂവിന് അവരെത്ര കൊടുക്കും ഒരു ദിവസത്തേക്ക്? 100 ദിവസം നിന്നാൽ അത് എത്ര എമൗണ്ടായി? എടാ അളിയ ആ എമൗണ്ട് എടുത്ത് കൊടുത്താൽ മതി. എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് ഒരു 10 ബിഗ് ബോസ് പോണതിൻ്റെ മുന്നേ അനുമോക്കൊരു 50,000 എന്ന് വിചാരിച്ചോ ഒരു ഇനാഗ്രേഷൻ റേറ്റ്. ബിഗ് ബോസ് പോയി തിരിച്ചു വരുമ്പോൾ അത് ചിലപ്പോൾ എത്രയാവും? 2 ലക്ഷമാവും, ഒരു 1.5 ലക്ഷമാവും. 10 ഇനാഗ്രേഷൻ ചെയ്താൽ ഈ PR ഏജൻറ്റിന് അല്ലെങ്കിൽ ഏജൻസിക്ക് അതിന്നൊരു 50% അവരെടുത്താൽ അവരെ പൈസ കിട്ടിയില്ലേ? അല്ല ബിഗ് ബോസിന്റെ നല്ല പൈസയോ? പഠിച്ചു കഴിഞ്ഞാൽ എത്ര 10-34 ലക്ഷം രൂപ കൈ കിട്ടില്ലേ? അതൊന്നും ഒന്ന് ആലോചിക്കുക. അനുമോള് 16 ലക്ഷത്തിന് PR കൊടുത്തു എന്ന് വിചാരിച്ചോ, 10-34 ലക്ഷം രൂപ വിന്നർക്ക് കിട്ടും. ഡെയിലി പേയ്മെൻറ്റ് വെച്ചിട്ട് എല്ലാതും കൂടി കൂട്ടി ഒരു 10-20 ലക്ഷം രൂപ അത് കിട്ടും. പുറത്തിറങ്ങിയിട്ട് ഇനാഗ്രേഷനും പരിപാടിയായിട്ട് അത് വേറെ കിട്ടും. അതിന്നൊരു 16 ലക്ഷം കൊടുത്തിട്ട് PR എടുത്താൽ എന്താ പ്രശ്നം? ഞാൻ എൻ്റെ PR നിന്നെൻ്റെ ഭാര്യ കാറിൽ നിന്ന് ലാസ്റ്റ് എനിക്കിട്ട് പണിഞ്ഞു. ഇതിൻ്റെ ഗതികേട് ആലോചിച്ചോക്കി. ഇന്നെ മരവാഴയ്ക്ക് കൊളവാഴയ്ക്ക് ഒളി പറയാനൊന്നും ബാക്കിയില്ല. PR പോണത് നടന്നു പോണിൻ്റെ PR അതാണ് PR. കഴിഞ്ഞ ദിവസം റോബി പറഞ്ഞായിരുന്നു പുള്ളിക്കാരൻ ഇവിടുന്ന് പോകാൻ നേരത്തെ ഫോൺ ഓഫാക്കി വെച്ചിട്ടാണ് പോയത്. പുള്ളിക്ക് PR കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. പുള്ളി ഇനി PR ഉണ്ട് എന്ന് പറഞ്ഞാൽ 1 കോടി രൂപ പുള്ളി ഇനാം കൊടുക്കാൻ. ഞാനൊരു കാര്യം പറയാം, റോബിൻ്റെ കേസിൽ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റോബിനെ അറിയില്ലായിരുന്നു ആ സീസണിൽ. റോബിൻ എനിക്ക് പേഴ്സണലി അന്നൊരു മെസ്സേജ് ഞാൻ എൻ്റെ ഇൻബോക്സിലുണ്ടായിരുന്നു, സ്നേഹം എനിക്ക് റോബിൻ ആരാന്ന് പറഞ്ഞതാണ്. എൻ്റെ അറിവിൽ എനിക്ക് റോബിന് PR ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇല്ലയെന്നേ പറയൂ. കാരണം എൻ്റെ അറിവിൽ ഞാൻ അറിഞ്ഞിട്ടില്ല. ഫോർ മൈ നോളേജ് എനിക്കില്ല. രജിത് കുമാർ അതൊന്നും PR ഉള്ളൊരു സാധനമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഈ പേജ് ഷട്ടായി കഴിഞ്ഞാൽ ഞങ്ങൾ PR ഇല്ലാതെ പറയരുതേ. അതെന്ത് ലോജിക്കാ? ഏത് ടൈമാണെങ്കിലും ഞാൻ പറയാം, PR എന്ന് പറഞ്ഞാൽ എന്താ? പേജിലിടുന്ന വീഡിയോ. ഇനി PR-ന് പേജിൽ വീഡിയോ ഇടാൻ സമ്മതിക്കില്ല ഏഷ്യാനെറ്റ്. ഇപ്പോൾ മുതൽ ഈ സീസൺ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഏഷ്യാനെറ്റിൻ്റെ കൊളാബാണ്, ഏഷ്യാനെറ്റിൻ്റെയും ഹോട്ട്സ്റ്റാറിൻ്റെയും കൊളാബാണ് ഓരോ കണ്ടസ്റ്റൻറ്റും ഇടുന്നത്. അല്ലാതെ അവരുടെ എഡിറ്റ്സോ കട്ട്സോ ഇട്ട് കഴിഞ്ഞാൽ ചാനൽ പോയിട്ടുണ്ട്. എത്ര പേർക്ക് ഇൻസ്റ്റാഗ്രാം പേജ് പോയിട്ടുണ്ട് അറിയോ? കഴിഞ്ഞ വർഷം ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർ പോയിട്ടുണ്ട്. ഏഷ്യാനെറ്റിൻ്റെയോ ഹോട്ട്സ്റ്റാറിൻ്റെയോ കൊളാബ് അല്ലാതെ നമ്മൾ ലൈവിൽ അവിടുന്ന് കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ പോവും. അപ്പോൾ ഒരു കോമൺ ലോജിക്കാണ്. ഒരാൾ ഒരു അക്കൗണ്ട് അതിൽ പോസ്റ്റ് ഇടാൻ ആർക്കും ഏൽപ്പിച്ചില്ല എന്ന് വിചാരിച്ചാൽ അയാൾക്ക് PR ഇല്ല എന്നല്ല. അതിലും വലിയ PR അല്ലേ പുറത്ത് നടക്കണേ. ഇപ്പോൾ സ്വന്തം പേജിലിട്ട് കഴിഞ്ഞാൽ 200K ലൈക്ക് വ്യൂസ് കിട്ടും. PR കൊണ്ടുപോയിട്ട് ഇതേ സാധനം ഒരു 200 പേജിലിട്ടാൽ മില്യൺ എബോവ് പോകും. മനസ്സിലായോ? അതുകൊണ്ട് PR ഇല്ല. അതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അക്കൗണ്ട് അങ്ങനെ ആർക്കും കൊടുക്കാതെ പോയിട്ടുണ്ടെങ്കിൽ പേടിച്ചിട്ടായിരിക്കും. അതിലെ പേഴ്സണൽ ചാറ്റും പ്രശ്നവും പുറത്തു വരാതിരിക്കുക. അല്ല ഞാനങ്ങനെയാ പറയൂ, അല്ലാതെ എന്താ? ഇപ്പം ഞാൻ ഒരു ലോജിക്ക് പറയാം, ഞാൻ എൻ്റെ അക്കൗണ്ട് ഞാൻ കൊടുക്കണില്ല ഒരാൾക്ക്. എന്താ ഇത് വർഷങ്ങളോളമുള്ളതുണ്ടാവും അടിഞ്ഞു കൂട്ടിയിട്ട്. ഇപ്പം ഞാൻ എങ്ങനെ വിശ്വസിച്ച് കൊടുത്തിട്ട് പോകും? കൊടുക്കൂല. അനീഷിന് PR ഉണ്ട്. ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ വന്നതാണ്. ഓക്കെ, എൻ്റെ അറിവിലൊരു ക്രിക്കറ്റ് ബേസ്ഡ് PR ചെയ്യുന്ന ഒരു PR കമ്പനി അവർ അനീഷ് അറിഞ്ഞോ എന്നുള്ളത് എനിക്ക് അറിയാൻ പാടില്ല. ഓക്കെ, പുറത്തുനിന്ന് ചിലപ്പോൾ അനീഷ് ഒരു 2 ആഴ്ച കൊണ്ട് ക്ലിക്ക് ആവുന്നത് കണ്ടപ്പോൾ ഫാമിലി കൊടുത്തതായിരിക്കണം. കൊടുത്തു എന്ന് വിചാരിച്ചോ? എന്ത് പ്രശ്നം എന്താ? PR കൊടുത്താൽ എന്താ സീന്? അല്ലെങ്കിൽ ബിഗ് ബോസ് മറ്റേ ഡിക്ലറേഷൻ വരണം, നെക്സ്റ്റ് ഇയർ മുതൽ PR ഉള്ള ഒരു കണ്ടസ്റ്റൻറ്റിനെയും ഞങ്ങൾ എടുക്കില്ല. അങ്ങനെ എവിഡൻ്റ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ പുറത്താക്കും. ഇങ്ങനെ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ ഓക്കെ, നമുക്കിതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇത് ഈ കൊല്ലം തന്നെ നിങ്ങൾ നോക്ക്, ശൈത്യം ഒരു കാര്യമേ പുറത്തു പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ എത്ര പേര് ക്രോസ് PR ചെയ്തിട്ടുണ്ട്? ഒരു PR-നെ തന്നെ പല ആളുകളും അപ്രോച്ച് ചെയ്ത് എന്ത് കൊടുത്തിട്ടുണ്ട്? കാശ് കൊടുത്തിട്ടുണ്ട്, അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവരെ മനസ്സിൽ നിന്ന് ഇവരെ പ്രശ്നങ്ങൾ വരുമ്പോഴല്ലേ പുറത്ത് വരുന്നത്, അല്ലാതെ ഇവരാരെങ്കിലും മിണ്ടിയ. ഇപ്പം ഞാൻ പറഞ്ഞ് അനുമോളും ശൈത്യയും കൂടി അവർ തമ്മിൽ പ്രശ്നം ഉണ്ടായില്ലെങ്കിൽ ഈ 100 ദിവസം അനുമോൾ വന്നപ്പോൾ ഈ ശൈത്യം നിൽക്കില്ല, ഒപ്പം നിൽക്കേണ്ടതായിരുന്നു. അപ്പോൾ ഇത് വിളിച്ച് പറയുമായിരുന്നു അവരൊക്കെ? ഇല്ലല്ലോ. അത്രേ ഉള്ളൂ, സിമ്പിളാണ് കാര്യം. അതൊന്ന് PR കൊടുത്തതൊന്നും ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പേഴ്സണലി ഒരു തെറ്റായിട്ട് തോന്നുന്നില്ല. ആ കൊടുത്തത് എൻഡോസ് ചെയ്യാൻ പറ്റണം. ഞാൻ കൊടുത്തിട്ടുണ്ട്, അതൊരു മാന്യതയാണ്. അത് ചെയ്യാതെ അല്ല ഞാൻ ഓർഗാനിക്കലി ജയിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ
നടക്കുന്നവർ. കാരണം ഇതിൻ്റെ ബിഗ് ബോസിൻ്റെ എല്ലാ ഓഡിയൻസൊന്നും ഇതിനകത്ത് കയറിയിട്ട് വോട്ട് ചെയ്യൊന്നുമില്ല. ഇതിൻ്റെ ഒരു മോസ്റ്റ് മെജോറിറ്റിയും ഈ പറഞ്ഞ അമ്മമാർ പെങ്ങന്മാർ എന്നുള്ള ടീമാണ്. എല്ലാവരും വോട്ട് ചെയ്യും. പിന്നെ കുറേ എബ്രോഡുള്ള ഫോറിൻ കൺട്രീസിലുള്ള ആൾക്കാർ അവരും എനിക്ക് തോന്നുന്നില്ല വോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഏറ്റവും വലിയ മെജോറിറ്റി എനിക്ക് തോന്നുന്നത് റീൽസ് കട്ട്സ് കാണുന്നവർ. അവർക്ക് എവിടെ കയറി വോട്ട് ചെയ്യാനാണ്? വോട്ട് മറിയുന്നതൊക്കെ ഇതേ PR ബെൽറ്റ് എന്നുള്ള പരിപാടികളാണ്. ഓർഗാനിക്കായിട്ട് മറിയുന്നതൊക്കെ കുറവാണ്. അത് നല്ലതായിട്ടോ ഈ സീസണിൽ വിജയം പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തത്. അത് നന്നായി. ഞാൻ പറയുമ്പോൾ അതാ ഗെയിമിൻ്റെ സക്സസ്സാണ്. നമ്മളെ സീസണിലൊക്കെ ഒരു 10-60 ദിവസമായപ്പോൾ തന്നെ ഒരാളെ ഉറപ്പിച്ചു. അതിന് മുന്നത്തെ സീസണിൽ ഉറപ്പിച്ചു. ഈ സീസൺ അങ്ങനെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേക്കേഴ്സിന് ഒരു ഹാറ്റ്സ് ഓഫ്. കാരണം അവർ മേക്ക് ഷുവർ ചെയ്ത് എല്ലാവർക്കും സ്ക്രീൻ സ്പേസ് കിട്ടുന്നുണ്ട്, എല്ലാവരും ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് എന്നുള്ളത്. കാരണം നമ്മൾ കാണുന്നതിനെ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഈ വിമർശനം പറയുന്നത് സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മളവർ കാണിച്ചത് എന്താ, എല്ലാവരെയും കാണിച്ചു. ഒരാളെ മാത്രം കാണിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നില്ല. അതുകൊണ്ട് അതെന്താ അറിയോ, അത് ആക്ച്വലി ഏഷ്യാനെറ്റും എൻ്റർമോൾ ഷോനും കൃത്യമായി ചെയ്ത പണിയാണ്. കാരണം കഴിഞ്ഞ സീസൺ ഷോൻ്റെ മുകളിലൊരു വിന്നർ പോയി, അതിൻ്റെ മുന്നത്തെ സീസണും ഷോൻ്റെ മുകളിലൊരു വിന്നർ പോയി. അപ്പോൾ ഇനിയുള്ള സീസണുകൾക്ക് ഷോൻ്റെ മുകളിൽ ആരും വേണ്ട. ഷോ ആണ് വലുത്. ഷോനേക്കാൾ വലിയ മറ്റേ അമ്പലത്തിനെയൊക്കെ വലിയ പ്രതിഷ്ഠ വേണ്ടെന്ന് പറയില്ല, അതുപോലെയാണ് ഷോൻ്റെ മുകളിൽ ഒരു ഇൻഡിവിജ്വലും വേണ്ട. ഷോ ആണ് വലുത്. കാരണം ഇവരെന്താ പറയുക, പലരും ഷോ വിട്ട് പുറത്തിറങ്ങിയിട്ട് അവർ സ്വയം വലുതാകുമ്പോൾ ഈ ഷോനെ തിരിച്ചു കുത്തി പോണ ടീംസാണ്. അപ്പോൾ അത് ഇനി അവർ സമ്മതിക്കും തോന്നുന്നില്ല. അല്ല, അവർ രക്ഷപ്പെട്ടില്ലേ? അതെ, അതിന് പാവം നിൽക്കാൻ പറ്റില്ല. അങ്ങനെ ഇറങ്ങി ഓടിയതാവുന്നുണ്ടത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അല്ല, അവർക്ക് അവരെടുത്ത പണിക്ക് അവർ കയറി അല്ലേ. ചുമ്മാ വീട്ടിലിരുന്നപ്പോൾ സുധീൻ്റെ ഭാര്യ അവനെ കൊണ്ടുപോയി കൊടുത്തൊന്നുമല്ലോ. ഒരു കൊല്ലം കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടുണ്ട്. നിങ്ങളെ അടക്കം നടത്തിച്ചില്ലേ പിന്നാലെ. ബാക്ക് പൈപ്പർ പോകണോ അതിലല്ലേ പോയേ. രേണു പോകുമ്പോൾ പിന്നാലെ മീഡിയ. അവരതിന് വേണ്ടി ചെയ്തതാ. അവർ ആ ഫെയിം കിട്ടാൻ വേണ്ടി, ബിഗ് ബോസ് പോകാൻ വേണ്ടി തന്നെ ചെയ്ത പരിപാടിയാണ്. അവർ സക്സസ്ഫുള്ളായി. നിന്നോ നിന്നില്ലേ, ദാറ്റ്സ് എ സെക്കൻഡറി തിങ്. അവർ സക്സസ്ഫുള്ളായി. ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടും അവരെല്ലാം ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ദുബായിൽ പോയിട്ട് ബാർ ഡാൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ പ്രൊഫഷൻ. ബാറിൽ പോയി ഡാൻസ് കളിക്കുന്നത് മറ്റേ പരിപാടിയെന്ന് പറഞ്ഞു നടക്കുന്നവരുണ്ടാവും. ബട്ട് ഇറ്റ്സ് എ പ്രൊഫഷൻ. അതിന് അക്കാഡമിക് ഉണ്ട്, ബാർ ഡാൻസ് പഠിപ്പിക്കുന്ന അക്കാഡമികൾ. ഇവിടെ നാട്ടിലുള്ളവർക്ക് ബാർ ഡാൻസ് എന്ന് പറയുമ്പോഴത്തേക്കും തുണിയില്ലാത്ത കളി എന്നല്ലേ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അവർ ജീവിച്ചു കൂട്ടും. അത് ഞാൻ കഴിഞ്ഞ എടുത്ത് ഓടിയോടുകൂടി അവർക്ക് മനസ്സിലായി ഇനി അത് വെച്ചിട്ട് കാര്യമില്ല എന്നുള്ളത്. അതുകൊണ്ട് പിന്നെ അവർ നിർത്തി. അതാണ് സാര്യം. സീരിയസ് ആയിട്ട് ഞാൻ കഴിഞ്ഞ എടുത്ത് ഓടിയില്ലേ. ഈ സീസണിൽ ഞാൻ പ്രതീക്ഷിച്ചത് ഒന്നില്ലെങ്കിൽ നെവിൻ അല്ലെങ്കിൽ ആദിലയിൽ ഏറ്റവും കൂടുതൽ ചാൻസ് വെച്ച അപ്പം ഓടും. അതിൽ എത്ര ഉണ്ടെന്നൊന്നും നോട്ടൊന്നും ഉണ്ടാവില്ല. കാരണം ആദില പോയാൽ നൂറയ്ക്ക് കൂടുതൽ സപ്പോർട്ട് കിട്ടും. അതവരെ മൈൻഡിലുണ്ട്. അതാണ് അവർ അതിനകത്ത് കിടന്നിട്ട് പണപ്പെട്ടി എന്ന് പറഞ്ഞാൽ പൈസയുടെ ആവശ്യത്തിനല്ല. ഏതെങ്കിലും ഒരാളവിടെ നിൽക്കണമെങ്കിൽ ഒരാൾ പോകണം. അതിന് വേണ്ടിയിട്ട് അവർ ആ പണപ്പെട്ടി എന്ന് വെച്ചാൽ ബിഗ് ബോസ് പൊളിച്ചു കൊടുത്തു. അല്ല, ഇല്ല, ഇനി ഒരു സീസണിലും ഉണ്ടാവില്ല പണപ്പെട്ടി. കാരണം ഞാൻ തന്നെ എടുത്തത് 2.5 മിനിറ്റോ 3 മിനിറ്റോ ഉണ്ടാകും. വേറെ വല്ല പഹയന്മാർ ചിലപ്പോൾ 1 മിനിറ്റ് കൊണ്ട് എടുത്തു കൊടുക്കും. 4 ദിവസത്തെ കണ്ടന്റാ പോയേ കഴിഞ്ഞല്ലോ. എന്നോട് പുറത്തിറങ്ങിയിട്ട് പറഞ്ഞ്, എടാ എന്ത് വൃത്തിയാണോ കാണിച്ചത്, 4 ദിവസത്തെ കണ്ടന്റ് കളഞ്ഞല്ലോ. എനിക്ക് ഇങ്ങനെയൊക്കെ ഗെയിം പോകണ കണ്ടിട്ട് അനീഷ് നൂറ അനുമോള് ആണ് എൻ്റെ ഒരു, എനിക്ക് തോന്നുന്നത് അതാണ് ടോപ്പ് 3. അക്ബറിന്റെ ഫ്രണ്ടാണ് ഷോ ഡയറക്ടർ എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യമുണ്ട്, ഷാനവാസ് എന്തിൻ്റെ പ്രൊഡക്റ്റാണ്. എന്നിട്ട് ആരെങ്കിലും അതിനെക്കുറിച്ച് പറയണ്ട. അനുമോക്ക് ചാനലിനായിട്ട് ഒരു ബന്ധമില്ല. അയ്യോ ഉണ്ണാമുണ്ണി പൂച്ചക്കുട്ടിയാണല്ലോ, ഒന്നും അറിയാത്ത. അനീഷ് സെൽമി ദ ആൻസർ എന്ന് പറഞ്ഞൊരു പരിപാടിയിൽ വന്നു. അതിൻ്റെ ഡയറക്ടേഴ്സിൻ്റെ ലിസ്റ്റോ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സിൻ്റെ ലിസ്റ്റിങ്ങളൊന്നും എടുത്ത് നോക്കും. അപ്പോൾ ഇവരാരും ഷോ ആയിട്ടൊരു ബന്ധമില്ല. ഇവർക്ക് ചാനലുകാരായിട്ട് ആരും അറിയില്ല. ഇതേ ഈ അനീഷ് ഫാൻസ് ആകുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ പറഞ്ഞുണ്ടാക്കിയാന്ന് എനിക്ക് തോന്നുന്നത്. കാരണം മോസ്റ്റ് ഓഫ് ദ പോസ്റ്റ് അവരിതാ കണ്ടേ. അങ്ങനെയാണെങ്കിൽ അവരോടൊരു ചോദ്യം. കഴിഞ്ഞ കൊല്ലം അതിന് മുന്നത്തെ കൊല്ലം കോമണർ അല്ലാതെ ഇൻഫ്ലുവൻസർ കാറ്റഗറിയിൽ ഓഡീഷൻ കൊടുത്ത ഒരാളാണ് ഇങ്ങേര്. എന്നിട്ട് ഈ സീസണിൽ മറ്റേ കോമണർ എന്ന് പറഞ്ഞ് കയറിയിട്ട് 5 കോമണറെ കൊണ്ടുവരണം എന്നുള്ള വരട്ട് ഡയലോഗ് അടിച്ച്. എന്നാൽ പിന്നെ കഴിഞ്ഞ കൊല്ലം അതിന് മുന്നത്തെ കൊല്ലം എന്തിനാണ് ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങേര് 2 കൊല്ലത്തിന് വേണ്ടി ശ്രമിച്ചത്. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അതാ പറഞ്ഞത്. അപ്പോൾ ഇത് പുറത്തിറങ്ങി കഴിഞ്ഞ ശേഷം ഇത് ചാനലിൻ്റെ ആളാണ്, അതുകൊണ്ട് കപ്പ് കൊടുക്കാം, ഇങ്ങനത്തെ അജണ്ടകളൊക്കെ, അത് ഒരു TR ടീം അടിച്ചിറക്കുന്ന ഒരു പരിപാടി മാത്രം. അത് കണ്ടിട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ ലാലേട്ടൻ അറിയാം ഇല്ലേ. നമ്മളൊക്കെ ഇതൊക്കെ കണ്ട് ഫാൻസ് ആയിട്ടുള്ള ആൾക്കാരല്ലേ. ഈ ആർട്ടിസ്റ്റുകൾ പലരും ലാലേട്ടനെ പേഴ്സണലി അറിയുന്നവർ പല സീസണിലും വന്നിട്ടുണ്ട്. അവരൊക്കെ നിന്നിട്ടുണ്ടോ? ഞങ്ങളെ സീസണിലുണ്ട് പേഴ്സണലി. അൻസിബ കപ്പ് കൊടുത്തോ? അത് പിന്നെ കഴിഞ്ഞില്ല, അത് പറഞ്ഞുകൂടാ ഇതിൽ. ചുമ്മാ എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ, അതിനെ അടിച്ചിറക്കും.
നോക്കിയിട്ട് കാര്യമില്ല. ഷാനവാസിന് ആ പണപ്പെട്ടി മര്യാദയ്ക്ക് കളിച്ചാൽ കുറച്ച് പൈസയെങ്കിലും കിട്ടിയിരുന്നു. ഈ പുറത്തിറങ്ങുമ്പോൾ വേറെ വല്ല പേരും കിട്ടി. അങ്ങനെ 2 ആള് ബിഗ് ബോസ് പോയി മലപ്പുറത്ത് നിന്ന് മറ്റേ വാഴയായി എന്ന് പറയും. വേറെ നടക്കുന്നു.